ബാഹുബലിയുടെ വിജയത്തിന് ശേഷം എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് പ്രഭാസിന്റെ വിവാഹത്തിന് വേണ്ടിയായിരുന്നു. ഇപ്പോൾ ഇതാ അത് സംഭവിക്കാൻ പോകുന്നു. പ്രായം 37 പിന്നിട്ടിട്ടും പ്രഭാസ് വിവാഹം കഴിക്കാത്തതിൽ ആരാധകർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്നാൽ ആരാധികമാരെ അല്പം വിഷമിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രഭാസിന്റെ വിവാഹം വീട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നു. കേൾക്കുന്ന റിപ്പോർട്ടുകളൊക്കെ ശരിയാണെങ്കിൽ വലിയൊരു ബിസിനസ് പ്രമുഖന്റെ പേരക്കുട്ടിയാണ് പ്രഭാസിന് വധുവായി വീട്ടുകാർ കണ്ടെത്തിയിരിക്കുന്നത്. തെലുങ്കിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ ആരാധിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറായി പ്രഭാസ് മാറിക്കഴിഞ്ഞു. ബാഹുബലി സീരീസിലൂടെ മറ്റൊരു താരത്തിനും കിട്ടാത്ത ഫാൻസ് ആണ് പ്രഭാസിന് കിട്ടിയിരിക്കുന്നത്. താര ജാടയൊന്നുമില്ലാതെ എല്ലാവരോടും നന്നായിട്ട് മിംഗിൾ ചെയ്യുന്ന പ്രഭാസിന്റെ വ്യക്തിത്വമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. ഭാഷയുടെ ഒന്നും അതിർവരമ്പില്ലാതെ എല്ലാ പ്രേക്ഷകനും ഈ നടനെ നെഞ്ചിലേറ്റി കഴിഞ്ഞു. റാസി സിമന്റ് ചെയർമാൻ ഭൂപതി രാജയുടെ കുടുംബം വിവാഹാലോചനയുമായി പ്രഭാസിന്റെ കുടുംബത്തെ സമീപിച്ചുവെന്നും ഇരു കുടുംബങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയെന്നുമുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഭൂപതി രാജയുടെ പേരക്കുട്ടിയാണ് പ്രഭാസിന്റെ വീട്ടുകാർ കണ്ടെത്തിയിട്ടുള്ളത്. അടുത്ത വർഷം മാർച്ചിൽ വിവാഹം നടത്താനാണ് ഇരു കുടുംബങ്ങളും തീരുമാനിക്കുന്നത് എന്ന തരത്തിലാണ് വാർത്തകളൊക്കെ പ്രചരിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ബാഹുബലി 2 ഇറങ്ങിയതിനു ശേഷം പ്രഭാസും അനുഷ്കയും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിൽ റിപ്പോർട്ടുകളൊക്കെ പ്രചരിച്ചിരുന്നു. ഓൺ സ്ക്രീൻ ജോഡികൾ ഓഫ് സ്ക്രീനിലും ജോഡിയാകാൻ പ്രേക്ഷകരും നന്നായി ആഗ്രഹിച്ചിരുന്നു. പക്ഷെ പിന്നീട് ഇത് നിഷേധിച്ച് ഇരു താരങ്ങളും രംഗത്ത് വന്നു. എന്നിട്ടും പ്രേക്ഷകർക്ക് അതൊന്നും വിശ്വാസമായിരുന്നില്ല. കരിയറിലെ പ്രധാനപ്പെട്ട 6 വർഷങ്ങൾ മാത്രമല്ല പ്രഭാസ് ബാഹുബലിക്ക് വേണ്ടി മാറ്റിവെച്ചത്. ഈ കാലയളവിൽ തനിക്ക് വന്ന 6000-ഓളം വിവാഹാലോചനകളും താരം വേണ്ടെന്ന് വെച്ചിരുന്നു. പ്രഭാസ് എന്ന താരത്തിന്റെ ആത്മാർത്ഥതയും അർപ്പണബോധത്തെക്കുറിച്ചും മുൻപ് സംവിധായകൻ രാജമൗലി തന്നെ സംസാരിച്ചിരുന്നു. 2013 ജൂലൈയിൽ ബാഹുബലി 1-ാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ച ശേഷം പ്രഭാസ് ഇതുവരെ മറ്റൊരു സിനിമയുടെയും ഭാഗമല്ലായിരുന്നു. ഈ കാലയളവിൽ മറ്റൊരു സിനിമ മാത്രമെന്നല്ല സ്വന്തം വിവാഹത്തെക്കുറിച്ച് പോലും താരം ആലോചിച്ചിരുന്നില്ല. വിവാഹാലോചനകൾ നടക്കുന്നുണ്ടായിരുന്നു എന്നത് സത്യമാണ്. ബാഹുബലി ദ ബിഗിനിങ് മുതൽ ഇതുവരെ പ്രഭാസിന് 6000-ഓളം വിവാഹാലോചനകൾ വന്നിട്ടുണ്ടത്രേ. തെലുങ്കിലെ ഒരു മാധ്യമമാണ് ഈ കണക്ക് പുറത്തുവിട്ടത്. പൂർണ്ണമായും ബാഹുബലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിനാൽ വിവാഹത്തിൽ നിന്നും പ്രഭാസ് അങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുകയായിരുന്നു. ഇതുകൂടാതെ 10 കോടിയുടെ പരസ്യത്തിന്റെ ഓഫറും നടൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടെന്ന് വെച്ചു. എന്തായാലും ബാഹുബലി കഴിഞ്ഞതോടെ പ്രഭാസിനെ കൈയോടെ വിവാഹം കഴിപ്പിക്കാനാണ് വീട്ടുകാരുടെ തീരുമാനം.